2010 ജൂലൈ 10-ാം തീയതി ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. ആ ആക്സിഡൻറ്റിലൂടെയാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചത്. ആക്സിഡൻ്റായി എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തത് വെല്ലൂർ CMCയിലായിരുന്നു. അവിടെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചിരുന്നു. ആ പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിൻ്റെ ഏറ്റവും വലിയ ഒരു കൃപയാണ് എൻ്റെ ജീവിതത്തിൽ അന്ന് ഓരോ ദിവസവും വളരെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും സാധിച്ചത്. 2010-ലുണ്ടായ വലിയൊരു വാഹന അപകടത്തെ അതിജീവിച്ച് ഇന്ന് വൈദ്യശാസ്ത്രത്തെ വരെ ഞെട്ടിച്ച ഡോക്ടർ ആൻസ് ജോസഫിൻ്റെ ജീവിതകഥയാണ് ഇന്ന് ഷെക്കീന TV നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കരച്ചിലടക്കാൻ വയ്യ കരുത്തേകുനാഥ. പ്രതിസന്ധികളിൽ പതറിപ്പോകുന്നവരാണ് നമ്മളിൽ പലരും. അപ്രതീക്ഷിതമായി ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ ചിലപ്പോൾ ജീവിത താളം വരെ തെറ്റിച്ചേക്കാം. എന്നാൽ തൻ്റെ ജീവിത പ്രശ്നങ്ങളെ ക്രൂശിതനായ യേശുവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് ആത്മധൈര്യം കൈവിടാതെ അതിനെല്ലാം അതിജീവിച്ച് ഇന്ന് ഡോക്ടറായി അനേകം പേർക്കായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു അപൂർവ വ്യക്തിത്വത്തെയാണ് ഷെക്കീന ന്യൂസ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഡോക്ടർ ആൻസ് ജോസഫ്. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ 4 വർഷക്കാലമായി സേവനം ചെയ്യുകയാണ് ഡോക്ടർ ആൻസ്. തന്റെ പഠനകാലത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വണ്ടി അപകടത്തിൽ നട്ടെല്ലിന് പരിക്കേറ്റ് ചലിക്കാനാവാതെ മാസങ്ങളോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. വൈദ്യശാസ്ത്രം ഇനി ഒരിക്കലും നടക്കില്ല എന്ന് വിധി എഴുതിയപ്പോഴും ദൈവത്തിന്റെ അത്ഭുതത്തിൽ ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്റെ പ്രതിസന്ധികളെ മറികടക്കുകയായിരുന്നു ഡോക്ടർ ആൻസ്. ദൈവപരിപാലനയുടെ അളവറ്റ ആഴം തിരിച്ചറിഞ്ഞ ഡോക്ടർ ആൻസിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഡോക്ടർ, ചില അനുഭവങ്ങൾ, ചില അത്ഭുതങ്ങൾ അത് നമുക്ക് വ്യത്യസ്തമായി തോന്നാം. പക്ഷേ ഡോക്ടറിൻ്റെ ജീവിതത്തിലൊക്കെ കിടന്ന കിടപ്പിൽ നിന്ന് പിന്നീട് ജീവിതത്തിലോട്ട് തിരിച്ചു വന്നത് അത് കർത്താവിൻ്റെ കരം പിടിച്ച്. ആ ഒരു വലിയ സാക്ഷ്യം എങ്ങനെയായിരുന്നു പിന്നീട് ഡോക്ടറായത്, ആ ഒരു അപകടത്തെ തുടർന്ന് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമോ? 2010 ജൂലൈ 10-ാം തീയതി ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. ആ ആക്സിഡൻറ്റിലൂടെയാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചത്. എനിക്കുണ്ടാവുന്നത് ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ്. സാധാരണ സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റുന്നവർക്ക് എണീറ്റ് നടക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ അത്ഭുതമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എണീറ്റ് നടക്കുക മാത്രമല്ല, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു MBBS പഠനകാലം ഉണ്ടായിരുന്നു. അത് എനിക്ക് വളരെ ഈസിയായി അത് കംപ്ലീറ്റ് ചെയ്യാനും അത് കഴിഞ്ഞുള്ള എൻ്റെ ജീവിതം വളരെ മനോഹരമായിരുന്നു. അതിനൊക്കെ കാരണമായിരുന്നത് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധ കുർബാന ഞാൻ മുടങ്ങാതെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ പങ്കെടുക്കാനും കുർബാന സ്വീകരിക്കുവാനും ശ്രമിക്കുമായിരുന്നു. സഹനത്തെ നമ്മൾ എങ്ങനെ സന്തോഷത്തോടെ അതിജീവിച്ചു എന്നതാണ് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആക്സിഡൻറ്റ് തുടർന്ന് ഞാനൊരു ഏകദേശം 2 മാസത്തോളം കിടപ്പിലായിരുന്നു. കിടപ്പിലെന്ന് പറയുമ്പോൾ ബെഡ് റിഡൺ ആയിരുന്നു. എനിക്ക് പരസഹായമില്ലാതെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എങ്കിലും ആ സാഹചര്യത്തിലൊന്നും എനിക്കൊരു തരി വിഷമമോ ദുഃഖമോ ഉണ്ടായിട്ടില്ല എന്നതാണ് അതിലെ ഏറ്റവും വലിയ അത്ഭുതം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല രോഗികളിലും ദുഃഖത്തോടെ അവർ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും സത്യമായിട്ടും എനിക്കറിയില്ല, ഞാനത് വളരെ ചിരിച്ചുകൊണ്ട് വളരെ ലൈറ്റായിട്ട് എനിക്കതിനെ കൈകാര്യം ചെയ്യാനും അത് മുന്നോട്ട് പോകാനും പറ്റി. അതിനെ ഒക്കെ എനിക്ക് സാധിച്ചതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്സിഡൻ്റായി എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തത് വെല്ലൂർ CMCയിലായിരുന്നു. അവിടെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചിരുന്നു. ആ പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിൻ്റെ ഏറ്റവും വലിയ ഒരു കൃപയാണ് എൻ്റെ ജീവിതത്തിൽ അന്ന് ഓരോ ദിവസവും വളരെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും എനിക്ക് സാധിച്ചത്. ഡോക്ടർ, പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ കൈ പിടിച്ച് തിരിച്ചൊരു ജീവിതം. നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നിരാശയിൽപ്പെട്ട് തൻ്റെ ജീവിതം ഇവിടെ തീർന്നു, ഒരു അപകടം ഉണ്ടായി, പിന്നീട് അവർക്കൊരു തിരിച്ചുവരവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു വലിയൊരു ആൻസറാണ് ഡോക്ടർ ആൻസ്. അപ്പോൾ അവർക്കൊരു മെസ്സേജ് ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം.
എൻ്റെ ഈ ജീവിതത്തിലൂടെ എനിക്ക് എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ ഒത്തിരി സഹനത്തോടെ ജീവിതത്തെ മുന്നോട്ട് നീക്കുന്നവരോട് ഒരു ഉത്തരമേ പറയാനുള്ളൂ, ഒരു മെസ്സേജേ എനിക്ക് നൽകാനുള്ളൂ: പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ മാത്രമാണ് നമുക്ക് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കാനും സഹനങ്ങളെ സന്തോഷമാക്കി മാറ്റാനും പറ്റുക എന്നത് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതുമാത്രമാണ് എനിക്ക് എന്നെപ്പോലെ ഒത്തിരി പലതരം പ്രതിസന്ധികളിലൂടെയും ജീവിതത്തിലെ രോഗാവസ്ഥയിലൂടെയും ഒക്കെ കടന്നു പോകുന്നവർക്ക് നൽകാനുള്ളൊരു മെസ്സേജ്. ഞങ്ങളുടെ താലൂക്ക് ആശുപത്രിയിൽ ഒരു ദിവസം ഒരു 200, 250, 300 OP-യോളം പേഷ്യൻസിനെ നോക്കിയ ദിവസങ്ങളുണ്ട്. അപ്പം എല്ലാ ഡോക്ടറും അവരവരുടേതായ സഹനവും ബുദ്ധിമുട്ടും സഹിച്ച് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഷ്യൻസിനെ നോക്കി നമ്മളൊരു ഹായ് പറയുന്നതിൽ, ഒരാളോട് ഒരു 300 പേരോട് ഒരു ഹായ് പറയുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു 300 പേരെ നോക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, വളരെയേറെ സഹനം ഉള്ള ഒരു കാര്യം തന്നെ. അപ്പം ഞങ്ങളുടെ അത്രയും OP-യുടെ തിരക്കിൻ്റെ ഇടയിലും എന്നെ കാണാൻ വരുന്ന ഓരോ രോഗികളിലും ഞാൻ അനുഭവിച്ച ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു സഹനം എനിക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് വളരെയധികം നല്ല രീതിയിൽ പെരുമാറാനും അവരെ ചികിത്സിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ സഹനം തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ എന്നെ ഒരു നല്ല ഡോക്ടറാക്കി പാകപ്പെടുത്തിയെടുത്തത്. അപ്പം ഞങ്ങളുടെ ഈ OP-യിലെ തിരക്കിൻ്റെ ഇടയിൽ ടോക്കൺ ബേസിസിലാണ് നമ്മൾ രോഗികളെ വിളിക്കാറ്. അപ്പം ചില സമയങ്ങളിൽ ടോക്കൺ തെറ്റിച്ച് വരുന്ന ബുദ്ധിമുട്ടുള്ള, അസ്വസ്ഥതയുള്ള, ശ്വാസമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അവർ വരുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ടോക്കണിൽ വാ എന്നൊരു രീതിയിൽ പറയാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എന്താണ് ആ ബുദ്ധിമുട്ട്, എന്താണ് ആ വേദന. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരുമ്പം ഇങ്ങനെ രോഗികൾ പുറത്തുനിന്ന് അറിയാം, ആ ഡോക്ടർ ടോക്കണിൽ കയറിയില്ലെങ്കിലും ബുദ്ധിമുട്ട്, വഴക്ക് പറയില്ല, അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറില്ല. അതിൻ്റെ മെയിനായ കാരണം എൻ്റെ ജീവിതത്തിലെ സഹനം. എനിക്കത് സന്തോഷമായി മാറി. എനിക്ക് ഓരോ രോഗികളെ ചികിത്സിച്ച് അവരെ അസ്വസ്ഥത അല്ല അവരുടെ രോഗം മാറി, ഡോക്ടറെ ആ മരുന്ന് കഴിച്ചപ്പോൾ മാറിയിട്ടോ എന്ന് പറയുമ്പം എനിക്കത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. നന്ദി ചൊല്ലി തീർക്കാൻ മതിയാകില്ലീ ചെറു ജീവിതം. നിൻ കൃപയുടെ തണലിൽ എന്നുമെൻ ജീവിതം. നന്ദി ചൊല്ലി തീർക്കാൻ മതിയാകില്ലീ ചെറു ജീവിതം. നിൻ കൃപയുടെ തണലിൽ എന്നുമെൻ ജീവിതം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഇന്ന് നമ്മോടൊപ്പമായിരുന്നത് ഡോക്ടർ ആൻസ്. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വൈദ്യശാസ്ത്രം വരെ തോറ്റുനിന്ന സമയത്ത് കർത്താവിൻ്റെ കരം പിടിച്ച് തിരിച്ചു വന്ന ഈശോയുടെ സ്വന്തം ഡോക്ടറമ്മ. ഇന്ന് അനേകർക്ക്, നിരവധി ആളുകൾക്ക് സ്വാന്തനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ആൻസ് ഇനിയും ഈശോയെ, പരിശുദ്ധ കുർബാനയെയും മുറുകെ പിടിച്ച് മറ്റുള്ളവരിലേക്ക് ദൈവവചനം ഒഴുക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.